ഒരു ചെറിയ കാർഡ്ബോർഡ് ബോക്സ്. ഇതിനകത്ത് എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരാഗ്രഹമാണ്. ഒരു കുഞ്ഞ് ജീവനാണ്. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ്. പൈനാപ്പിൾ കൊനൂറിൻ്റെ ഒരു കുഞ്ഞിനെ വാങ്ങണം. അതിനെ നല്ല സ്നേഹം കൊടുത്ത് വളർത്തണം. പക്ഷേ കുറേ കാരണങ്ങളൊക്കെ കൊണ്ട് എനിക്ക് ഈ ഒരു ആഗ്രഹം ഇങ്ങനെ നീട്ടി നീട്ടി വെക്കേണ്ടി വന്നു. ഫൈനലി ഇന്ന് ആ ആഗ്രഹം സാധിച്ച ദിവസമാണ്. ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. ഈ കുഞ്ഞ് ഒരു 30 ദിവസം പ്രായമായിട്ടേ ഉള്ളൂ കേട്ടോ. ഈ കുഞ്ഞിനെ ഞാൻ വാങ്ങുന്നത് ആറ്റിങ്ങലിലെ ഒരു ഷോപ്പിൽ നിന്നാണ്. ഞാൻ ഒരുപാട് ഷോപ്പിൽ വിളിച്ച് അന്വേഷിച്ച് നോക്കി പൈനാപ്പിൾ കോണൂറിൻ്റെ കുഞ്ഞുണ്ടോയെന്ന്. പക്ഷേ ചില സ്ഥലങ്ങളൊക്കെ ഒരുപാട് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു. അപ്പോൾ എനിക്ക് അടുത്തുള്ള സ്ഥലം ഏതാണോ അവിടെ നിന്ന് വാങ്ങാമെന്നായിരുന്നു. അപ്പോൾ ആറ്റിങ്ങലുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു കുഞ്ഞിനെ വാങ്ങുന്നത്. ഞാൻ ഷോപ്പിൽ പോയി ഈ ഒരു കുഞ്ഞിനെ നേരിട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. കാരണം 30 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് പരിചരിക്കാൻ പറ്റുമോ, എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റുമോ, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോവോ എന്നൊക്കെയുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിലെ ചേട്ടൻ എല്ലാം എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം പറഞ്ഞു തന്നു. ഫീഡ് ചെയ്യേണ്ട രീതിയും അതിനെ നോക്കേണ്ട രീതിയും ഒക്കെ പറഞ്ഞു തന്നു. ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഈ കുഞ്ഞിന് എന്തായാലും ഒരു കൂടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ കടയിലെ ചേട്ടൻ ഒരു കാർഡ്ബോർഡിൽ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു നിർബന്ധത്തിൽ ഞാൻ ഒരു ഗ്ലാസ് ബൗളാണ് വാങ്ങിയത് കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ബൗൾ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പോഴും നമ്മളെ കാണാൻ പറ്റും, നമ്മുടെ വീട്ടുകാരെ കാണാൻ പറ്റും. അതുപോലെ നമുക്കും കുഞ്ഞിനെ എപ്പോഴും ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഗ്ലാസ് ബൗളിൽ ചെറിയ തടിപ്പൊടി ആ ഷോപ്പിൽ നിന്ന് തന്നെ തന്ന തടിപ്പൊടിയാണ്. അതിനെന്താണ് പേര് പറയുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ആ ഒരു പൊടി വിതറിയ ശേഷം അതിൽ കുഞ്ഞിനെ വെക്കുവാണ് ചെയ്തത്. അതിൻ്റെ വേസ്റ്റൊക്കെ ഈ ഒരു പൊടി വലിച്ചെടുത്തോളും കേട്ടോ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം. ഈ ഒരു പൊടി നമുക്ക് 3 ദിവസം കൂടുമ്പം ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു പൈനാപ്പിൾ കൊനൂറിൻ്റെ കുഞ്ഞിന് നമ്മൾ 2200 രൂപ കൊടുത്താണ് വാങ്ങിയത്. കൂടാതെ നമ്മൾ ഗ്ലാസ് ബൗൾ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനും ഈ ഒരു തടിയുടെ പൊടിക്കും പിന്നെ അതിൻ്റെ ഫുഡിനും എല്ലാം കൂടി 3300 രൂപയാണ് ആയത്. പിന്നെ ഒരു സിറിഞ്ചും കൂടി വാങ്ങി. 2.5 ml ഒരു സിറിഞ്ചാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഇത് വളർന്നു വരുമ്പോൾ നമുക്കൊരു 5 ml 10 ml സിറിഞ്ച് വാങ്ങാവുന്നതാണ്. ഇവളെ ഷോപ്പിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവളെ ഹാൻഡ് ഫീഡും ചെയ്തു. അവിടുന്ന് തന്നെ A19 തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഹാൻഡ് ഫീഡും ചെയ്തു കൊടുത്തു. പിന്നെ നമ്മൾ ഇവൾക്കൊരു പേരിട്ട് കണ്ടോ, ഇവളാണോ ഇവനാണോ എന്ന് അറിയത്തില്ല. കാരണം DNA നമുക്കിപ്പോൾ എടുക്കാൻ സാധിക്കത്തില്ലല്ലോ. തൂവലകളൊക്കെ കുറച്ച് വന്ന ശേഷം നമുക്ക് DNA എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്നാലും ഇവൾ എന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നു. അപ്പോൾ ഇവൾക്ക് നമ്മൾ പേരിട്ടേക്കുന്നത് കുഞ്ഞി എന്നാണ് കേട്ടോ, കുഞ്ഞി. ഇത് നമ്മൾ കുഞ്ഞിയെ മേടിച്ചിട്ടുള്ള ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞിക്ക് നമ്മളെ പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്ന് ഇങ്ങനെ ഒതുങ്ങിയ പരുവത്തിലിരിക്കുവാണ്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് 5ാമത്തെ ദിവസമാണ്, കുഞ്ഞിയെ മേടിച്ച 5ാമത്തെ ദിവസമാണ്. ഇപ്പോൾ കുഞ്ഞ് നല്ല ആക്റ്റീവാണ്, നമ്മളെ നന്നായിട്ട് അറിയാം, നമ്മളോട് നല്ല സ്നേഹമാണ്. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടി സ്നേഹം കുഞ്ഞ് നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. കുഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും കുഞ്ഞിക്ക് തൂവലൊക്കെ കുറച്ച് വലുതായി കേട്ടോ. പിന്നെ കുഞ്ഞ് നല്ല ആക്റ്റീവായി. മേടിച്ചുകൊണ്ട് വന്ന സമയത്തെ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടതല്ലേ, അതിൽ കുഞ്ഞ് ഒതുങ്ങിയ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നല്ല ആക്റ്റീവായി, നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. കുഞ്ഞി ഇപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഒരു അംഗം തന്നെയാണ് കേട്ടോ. ഈ വീഡിയോ ഒരു തുടക്കം മാത്രമാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ കുഞ്ഞിയുടെ ഓരോ വളർച്ചയും നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. ആദ്യമായി കുഞ്ഞി പറക്കാൻ ശ്രമിക്കുന്ന ദിവസം, ആദ്യമായിട്ട് കുഞ്ഞി പഴങ്ങൾ കഴിക്കുന്ന ദിവസം, പിന്നെ നമ്മളോട് കുഞ്ഞി കളിക്കുന്ന ഓരോ നിമിഷങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കും. നിങ്ങളും കുഞ്ഞിയുടെ ഈ യാത്രയിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ കുഞ്ഞിയുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. കുഞ്ഞിയെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.